ഇവര് നമ്മളെ വലിപ്പിക്കാൻ നോക്കുക. ഇവര് അടുത്ത ഫ്ലൈറ്റ് 8 മണിയുടെ ഫ്ലൈറ്റിലേക്ക് ആക്കാം. No, we cannot. You let in us first. No. You. We are also passengers. We are here. You solve it first. This flight I will not be able to allow you, sir. Who will pay for our losses? Sir. We have meeting scheduled. We came here before you started the boarding. If the flight is delayed, how can we reach here before you started the boarding? जिसमें 549 है ना उसको लोड कर लेना, क्योंकि ये ना 14 पैसेंजर को अनचेक किया है गलती से ट्रिपल सी പറയുന്നത് കേട്ടോ, തെറ്റായ രീതിയിൽ 14 ആൾക്കാരെ അങ്ങനല്ലേ പറഞ്ഞ ഹിന്ദിയില് കണ്ടോ. അവൻ വിചാരിച്ചപ്പം തെറ്റാക്കി തന്നത് അതേ സീറ്റ് തന്നെ കിട്ടുകയും ചെയ്തു. ഇൻഡിഗോ, യു ഗൈസ് വിൽ ഡെഫിനറ്റ്ലി ലൂസ് പാസഞ്ചേഴ്സ് ഇഫ് യു ഡു ദിസ്. ഏതാനും ദിവസം മുമ്പ് കൊച്ചിയിൽ നിന്നും ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് എടുത്ത് ലണ്ടനിലേക്ക് പോയിട്ട് വീഡിയോ വിട്ടതിന് താഴെ ഫുള്ള് കമൻസ് ആയിരുന്നു, ഇൻഡിഗോ സ്പോൺസേർഡ് പെയ്ഡ് കണ്ടന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. ഒരിക്കലും അല്ല ഞാൻ എത്ര പറഞ്ഞിട്ടും ആൾക്കാർക്ക് അതങ്ങോട്ട് മനസ്സിലായില്ല. ഇൻഡിഗോ സ്പോൺസേർഡ് പെയ്ഡ് കണ്ടന്റ് ആണെന്നുള്ളതാണ് എല്ലാവരുടെയും പറച്ചില്. ശരി, ഇൻഡിഗോ സ്പോൺസേർഡ് ആണെന്നുണ്ടെങ്കിൽ ഞാനത് സ്പോൺസേർഡ് ആണെന്ന് പറഞ്ഞ് ഞാൻ കൃത്യമായിട്ട് ഞാനത് മെൻഷൻ ചെയ്യും. പക്ഷേ അതങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ വീണ്ടും ഇൻഡിഗോയുടെ വിമാനത്തിൽ പോവുകയാണ്. നമ്മുടെ നെതർലാൻഡ്സിൻ്റെ ആംസ്റ്റർഡാമിൽ നിന്നും മുംബൈ വഴി കൊച്ചിയിലേക്ക് വീണ്ടും സെയിം ഇൻഡിഗോ വിമാനത്തിൽ പോവാണ്. 59,322 രൂപ 54 പൈസ എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ദിസ് ഈസ് നോട്ട് പെയ്ഡ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതേപടി നമ്മൾ കാണിക്കും. അപ്പോൾ ആംസ്റ്റർഡാമിൽ വന്നിട്ട് ഇവിടെ നിന്ന് മുംബൈ വഴി കൊച്ചി. ഈ കാണുന്നത് മാത്യു, ശരിക്കുള്ള പേര് ഷിബിൻ മാത്യു. മാത്യു ഇവിടെ ആംസ്റ്റർഡാമിലും ഒരു റെസ്റ്റോറൻറ്റ് നടത്തുകയാണ്. ഡോട്ട് ഇൻ പ്രോഗ്രസീവ് കേരള ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്നാണ് പേര്. കേരള ഫുഡ് കുറച്ച് മോടി പിടിപ്പിച്ച് വേറൊരു തരത്തിലേക്ക് കൊണ്ടുവന്ന് നല്ല അടിപൊളി ഫുഡാണ്. ഞങ്ങളിവിടെ വരുമ്പോഴത്തേക്കിനും മിക്കവാറും മാത്യുവിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നതൊക്കെ. ആലപ്പുഴക്കാരായിട്ടുള്ള ഷെഫാണ് അടുക്കളയിലുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഭക്ഷണം ഞങ്ങളെപ്പോൾ വരുമ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാറുണ്ട്. നല്ലൊരു ആംബിയൻസ്, ഒരു ഫൈൻ ഡൈനിങ് ഒരു സെറ്റപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആംസ്റ്റർഡാമിൽ വരുമ്പോഴത്തേക്കിന് രുചികരമായിട്ടുള്ള കേരള ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ വെജ് ആൻഡ് നോൺ വെജ് യു ക്യാൻ കം ടു മാത്യൂസ് റെസ്റ്റോറൻറ്റ്. മാത്യുവിൻ്റെ റെസ്റ്റോറൻറ്റ് മാത്രമല്ല വേറെ പല പരിപാടികളുണ്ടെന്നാണ് എൻ്റെ അറിവ്. എന്തായാലും മാത്യുവിൻ്റെ ഡോട്ട് ഇൻ കേരള ഇന്ത്യൻ പ്രോഗ്രസീവ് റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഇന്നലെ മനോഹരമായിട്ടുള്ള ഒരു ഡിന്നർ കഴിച്ചു. നല്ല അടിപൊളി ഡിന്നറായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര വലിയ എയർപോർട്ടാണ് കേട്ടോ. ഇത് ആംസ്റ്റർഡാം സ്കിപ്പോൾ എയർപോർട്ട് എന്നാണ് ഈ ഒരു എയർപോർട്ടിന് പറയുന്നത്. ഇതിനകത്ത് തന്നെ ട്രെയിൻ സ്റ്റേഷനും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം ഉണ്ട്. ഡിപ്പാർച്ചേഴ്സ്, അറൈവൽസ് ഏരിയ, പിന്നെ ടെർമിനൽ 1, 2 ആ ഭാഗത്ത്, പിന്നെ ടെർമിനൽ 3 വേറെ ഭാഗത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതെല്ലാം വലിയൊരു എന്താ പറയുക, ഒരു കിഡിലൻ ഡിസൈനിൽ നല്ല അടിപൊളി സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഡിപ്പാർച്ചേഴ്സ് 3, അതായത് ടെർമിനൽ 3യിൽ നിന്നാണ് നമുക്ക് വിമാനമുള്ളത്. ഇത് റോട്ടർഡാമിലേക്കും അതേപോലെ തന്നെ ആംസ്റ്റർഡാം സെൻറ്ററിലേക്കും പോകുന്ന ട്രെയിൻ ഇതിൻ്റെ താഴെയെന്ന്. അത് സെറ്റപ്പ് കേട്ടോ. എല്ലാം കണക്റ്റഡാണ് ഇവിടെ. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് കുക്കീസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. ഹാൻഡ് മെയ്ഡ് കുക്കീസാണ്. ഇത് കണ്ടോ, ഉണ്ടല്ലോ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കുക്കീസ് ഉണ്ട്. ഭയങ്കര മധുരമാണ്. ഇത് ഇവിടുത്തെ ആംസ്റ്റർഡാമിൽ ഭയങ്കര ഫേമസ് ആണ് ഈ സാധനം. അവരുണ്ടാക്കി ഓരോന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് സ്റ്റോക്കപ്പ് ചെയ്യുന്നുണ്ടല്ലേ. അങ്ങനെ ഷംജിത് ഭായ് ലണ്ടനിലേക്ക് പോകുന്നു, ഞാൻ ഇന്ത്യയിലേക്ക് പോകുന്നു. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പുള്ളി ഇവിടെ തന്നെ ഉണ്ടാവും. പുള്ളി ഞങ്ങളെ കൊണ്ടുവിടാൻ വേണ്ടി വന്നാൽ. ശരിക്കും ഉണ്ടല്ലോ, യൂറോപ്പിൽ നിന്ന് ഈ ക്രിസ്മസ് ന്യൂ ഇയർ സമയമല്ലേ, ഈ സമയത്ത് നാട്ടിലേക്ക് ഭയങ്കര ടിക്കറ്റ് റേറ്റാണ്. UK യിലേക്കും എവർക്ക് UK ന്നും എല്ലായിടത്തേക്കും ഏറ്റവും ചീപ്പസ്റ്റ് ടിക്കറ്റ് എനിക്ക് കിട്ടിയത് ഇൻഡിഗോ ആണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഇൻഡിഗോയിൽ പോകുന്നത്. സോ അവിടെ നമ്മൾ ഇൻഡിഗോ രക്ഷപ്പെടുത്തി. വീണ്ടും പറയണം ഇത് ഇൻഡിഗോയുടെ പരസ്യമാണെന്ന്. യെസ്, ഇതാണ് ഇൻഡിഗോയുടെ ചെക്ക് ഇൻ കൗണ്ടർ. ആഹാ, ഇൻഡിഗോയുടെ ചെക്ക് ഇൻ കൗണ്ടറിലെ തിരക്ക് കണ്ടോ. അപ്പോൾ ഇവിടെ എക്കണോമിയുടെ തിരക്കും സ്ട്രെച്ചിൽ തിരക്ക് കുറവാണ്. നമ്മൾ സ്ട്രെച്ച് ആയതുകൊണ്ട് നമുക്ക് സ്ട്രെച്ചിൽ കയറി നിൽക്കാം. ഇവിടെ നിൽക്കുന്ന പകുതി ആൾക്കാരും ഇൻഡിഗോയിൽ യാത്ര ചെയ്യുന്നവർ ഇന്ത്യയിലേക്ക് മാത്രം പോകുന്നവരായിരിക്കാൻ സാധ്യതയില്ല. ഇവർ പലരും കോലാലംപൂർ, സിംഗപ്പൂർ, മലി, പിന്നെ ബാങ്കോക്ക്, പിന്നെ ഫുക്കറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരും ഉണ്ടാവും. അതാണ് ഇൻഡിഗോ ചെയ്യുന്നത്. നമ്മൾ എമിറേറ്റ്സും ഖത്തർ എയർവേസും ഒക്കെ നമ്മളെ അവർ ഖത്തർ വഴിയും ദുബായ് വഴിയും കൊണ്ടുപോകുന്ന പോലെ തന്നെ ഇൻഡിഗോ ഇന്ത്യ വഴി ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അതാണ് ഇതുപോലുള്ള വിമാനങ്ങളിൽ ഇൻഡിഗോയ്ക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. Sir, boarding starts at 12:30. Sorry. Gate is 7. Okay. This is the boarding pass for the flight to Mumbai. This is for the flight to Kochi. Okay. When you arrive in Mumbai, you have to collect your luggage, clear custom, and then put it to the belt for the flight for Kochi. Yep. Yes? Thank you. Enjoy your day. Yeah. അപ്പോൾ ശരി മാത്യു, see you again. See you next time in Amsterdam or Kochi. Yes, see you. നമ്മൾ അകത്തേക്ക് കയറുമ്പോഴത്തേക്കിനും ഇവിടെ ജസ്റ്റ് ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യുക, എന്നിട്ട് കയറി പോവുക. സിമ്പിൾ പരിപാടി. ഞാനൊരു 1/4 മണിക്കൂർ ഇമിഗ്രേഷൻ്റെ അവിടെ ക്യൂ നിന്നിട്ടുണ്ടാവും. ഷംജിത് ഭായി ഇവന് ബ്രിട്ടീഷ് പാസ്പോർട്ട് ആയതുകൊണ്ട് പിന്നെ ഞൊടിയിടയിൽ പുള്ളി ഇമിഗ്രേഷൻ കടന്ന് വന്ന് ഞാനൊരു 1/4 മണിക്കൂർ 1 മണിക്കൂറിന് അടുപ്പിച്ചു. കാരണം അവിടെ തിരക്കാണ്, ഒരാളെ ഉള്ളൂ കൗണ്ടറിൽ, ആൾക്കാർ കുറവാണ്. സോ ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് ടൈം ഫോർ ക്ലിയറിങ് ദ ഇമിഗ്രേഷൻ. ഇപ്പം എൻ്റെ ബോർഡിങ് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ G ഗേറ്റാണ്. ഇത് അടിപൊളി വലിയ എയർപോർട്ടാണ്. ഞാൻ ഈ എയർപോർട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നൊക്കെ കരുതി
പ്ലാനൊക്കെ ചെയ്താണ് നേരത്തെ വന്നത്. പക്ഷേ മൊത്തത്തിൽ നല്ല ബിസി ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് ലേറ്റായി അകത്തേക്ക് വരാനായിട്ട്. ഷംജിത് ഭായി ഇനിയിപ്പോൾ എന്താ ചെയ്യുക? യു ഹാവ് ടൈം റൈറ്റ്? ഷംജിത് ഭായിക്ക് ഹാൻഡ് ബാഗ് മാത്രം ഉള്ളതുകൊണ്ട് ഞാനോ അറിയില്ല. രാവിലെ 2:30 വെളുപ്പിന് 2:30 ബോംബെ എത്തുക. അപ്പോൾ ശരി ഷംജിത് ഭായി, ജ്യൂസ് സമയമില്ല, സമയമില്ല, പോട്ടെ, എൻ്റെ ബോർഡിങ്ങിന് സമയമായി. ഓക്കെ, സീ യു സൂൺ, ബൈ ബൈ. അങ്ങനെ ആംസ്റ്റർഡാമിൽ വന്ന് 2 ദിവസം ഞങ്ങൾ വെറുതെ ചില്ലായിട്ട് എല്ലാവരും അവരുടെ ഒഴുക്കി പോയി. ഇവിടെ അപ്പുറത്ത് ദൂരെ മാറി ഇൻഡിഗോയുടെ തന്നെ ഒരു ബോയിങ് 787-9 ഡ്രീംലൈനർ വിമാനം വേറെ കിടപ്പുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇന്നലെ മറ്റോ വന്നിട്ട് ഇവിടെ നിന്ന് പോകാതെ വല്ല മെയിൻ്റനൻസിനോ എന്തെങ്കിലും പർപ്പസിനായിട്ട് ഇവിടെ കിടക്കുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ വിമാനം ഇവിടെ കിടക്കുന്നു. ഇതും ബോയിങ് 787-9 ഇൻഡിഗോ വിമാനം, അതും ഇൻഡിഗോ വിമാനം. രണ്ടും മറ്റേ റോൾസ് റോയ്സിൻ്റെ എഞ്ചിനൊക്കെയുള്ള വിമാനമാണ്. അപ്പുറത്ത് നമ്മുടെ എമിറേറ്റ്സിൻ്റെ 380 കിടപ്പുണ്ട്. ചെറിയ ഇൻഡിഗോ ഒക്കെ സർവീസ് തുടങ്ങിയിട്ട് ഇത്രയും റേറ്റൊക്കെ കുറച്ച് ഓടിക്കുമ്പോഴേ അപ്പുറത്ത് കാണുന്ന എമിറേറ്റ്സിൻ്റെ 380 എത്ര ക്ഷീണമായിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ വരുന്നതിന് മുമ്പ് കൂടുതൽ ആൾക്കാരും എമിറേറ്റ്സിൽ ബാക്കിയുള്ള വിമാനത്തിലൊക്കെ പോകേണ്ടിയിരുന്ന ആൾക്കാർ ഇപ്പോൾ ഇൻഡിഗോയും എയർ ഇന്ത്യയൊക്കെ സ്ട്രോങ് ആയിട്ട് വരുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളും ഭയങ്കരമായിട്ടുള്ള ക്ഷീണങ്ങളും എമിറേറ്റ്സ് പോലെയുള്ള പല വിമാനങ്ങൾക്കും ഉണ്ടാകുന്നൊരു സാധ്യത ഞാൻ എന്തായാലും മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ഇനിയിപ്പോൾ എയർലൈൻ ഇൻഡസ്ട്രിയിൽ നമുക്ക് മൊത്തത്തിൽ എല്ലായിടത്തും കാണാൻ സാധിക്കും. ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇൻഡിഗോയിൽ പോകാനിരിക്കുന്ന ആൾക്കാരാണ്. എന്തായാലും ഇന്ന് ഫ്ലൈറ്റ് ഫുള്ളാട്ടോ, ആൾക്കാർ നിൽക്കില്ല ഇവിടെ. ദേ മൈറ്റ് ബി സ്റ്റാർട്ടിങ് ദ ബോർഡിങ് സൂൺ ഐ ഗസ്. ഇവിടെ ഇവരുടെ ബോർഡിംഗ് ഒക്കെ ആകെ മെസ്സാണ്. സംഭവം ശരിക്കും ഇവിടെ പ്രയോറിറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരു കുന്തം എഴുതി വെച്ചിട്ടില്ല, ഒരു സാധനം എഴുതി വെച്ചിട്ടില്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ 12:30 എന്ന് പറഞ്ഞ് ബോർഡിങ് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് സമയം 1 മണി കഴിഞ്ഞ് 1:10 ഇപ്പോഴും ബോർഡിങ് തുടങ്ങിയിട്ടില്ല. മുംബൈയിൽ നിന്ന് നമുക്ക് വരുമ്പോഴത്തേക്കിനും ലോഞ്ചും കാര്യങ്ങളൊക്കെ തരും. ഇവിടെ നമുക്ക് ലോഞ്ചില്ല, ഒരു സംഭവമില്ല, ഒരു പ്രയോറിറ്റി ഇല്ല. ഇതൊക്കെ മുംബൈയിൽ മാത്രമുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ആ സാധനങ്ങളൊന്നുമില്ല. ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 8 മണിക്കൂർ 15 മിനിറ്റ് ഉണ്ട് മുംബൈയിലേക്ക് ഫ്ലൈറ്റ്. 8 hours 15 minutes. അപ്പോൾ അത്രയും സമയം നമുക്ക് റിലാക്സ് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് അടുത്ത ഫ്ലൈറ്റ് കൊച്ചിയിലേക്ക്, മുംബൈ ടു കൊച്ചി. ഒക്കെ നല്ല പ്രോപ്പർ കണക്ഷനാണ്. എല്ലാം കറക്റ്റ് സമയത്ത് പോവുകയാണെങ്കിൽ അടിപൊളിയാണ്, ഒന്നും നോക്കാനില്ല. അപ്പോൾ ലെറ്റ്സ് സീ ഹൗ ദിസ് ഫ്ലൈറ്റ് ഈസ് ഗോയിങ് ടു ബി. ഇവിടുത്തെ അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാവും, ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഫുഡ് എങ്ങനെയായിരിക്കും, എന്തൊക്കെയായിരിക്കും എന്നൊക്കെ നമുക്ക് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. മൊത്തത്തിൽ സ്ലോ ആയിട്ടോ, അടച്ചിട്ടിരിക്കുക ഇവിടെ വന്നപ്പോഴത്തേക്കിനും. ഇവിടെ മേളി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കും എല്ലാവരെയും. കുറേ ആൾക്കാരുണ്ട്. ഇത് ഏതിനകത്തൂടെ കയറേണ്ടത്, എങ്ങനെയാണ് കയറേണ്ടത്, എക്കണോമി ആണോ സ്ട്രെച്ചാണോ, അങ്ങനത്തെ ഒരു പറച്ചിലോ എഴുതി വയ്ക്കോ ഒരു പരിപാടിയില്ല. അതായത് കന്നുകാലികളെ അഴിച്ചു വിട്ടിരിക്കുന്ന പോലെ ആൾക്കാരെ അഴിച്ചു വിട്ടിട്ടാണ് വിമാനത്തിൽ കയറ്റുന്നത്. ഈ കാര്യം ഭയങ്കര മോശമാണ്. കാരണം പ്രോപ്പറായിട്ട് എവിടെ ഒരു കാര്യം എഴുതി വയ്ക്കാതെ ചുമ്മാ അങ്ങ് കയറ്റി വിടുകയാണ്. അതാണ് സംഭവം. ഇവിടെ വന്നിട്ട് ഇപ്പം ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത് ക്ലീനിങ് പോലും കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. കട്ട പോസ്റ്റാണ് കേസ്, കട്ട പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കട്ട പോസ്റ്റ്. ഇത് ശരിക്കും 1:30 പോകേണ്ട വിമാനമാണ്. ഇതിനാണ് ചില സമയത്ത് ലാസ്റ്റ് കയറുന്നത്. അതാകുമ്പോഴത്തേക്കിനും ഇങ്ങനെ പോസ്റ്റായിട്ട് വെറുതെ നിന്ന് പോസ്റ്റ് ആവത്തില്ല ലാസ്റ്റ് കയറുമ്പോഴത്തേക്കിനും. ഇത് ആദ്യം കയറുമ്പോഴത്തേക്കിനും ചിലപ്പോൾ ഈസിയാണ്, ചിലപ്പോൾ ഇതുപോലെ വള്ളിയാവും. ഈ ഫ്ലൈറ്റ് ഇവിടെ ലേറ്റ് ആയത് വന്നൊന്നുമല്ല കേട്ടോ, ഇത് നേരത്തെ വന്നതാണ്. ഇതിവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നൊരു 2 മണിക്കൂറോളമായി. വേറെ എന്തൊക്കെയോ പ്രോബ്ലംസ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഹായ് 8J. Straight on right. Thank you. ഹായ്. ആ മ്യൂസിക്കാണ് അടിപൊളി. Dear customers, welcome on board. To keep us all നമ്മുടെ safe, സെയിം സീറ്റ്. please place അത് large ഈ സീറ്റിൽ തന്നെ ഞാൻ വന്നു. ഗൈസ്. smaller items അടിപൊളി. including handbags. നമ്മൾ ഇവിടെ നിന്ന് കയറുമ്പോൾ ഇവിടുത്തെ ഊള കുപ്പി വെള്ളം കേട്ടോ. നാട്ടിൽ നിന്ന് ഇൻഡിഗോ തരുന്ന വെള്ളത്തിൻ്റെ കുപ്പി അടിപൊളി കുപ്പിയാണ്. ഇത് കണ്ടില്ലേ, ഇത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭയങ്കര മോശമാണ്. വെള്ളത്തിന് കുപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മാഗസിൻ, പിന്നെ അങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല വലിയ വിൻഡോ ആസ് യൂഷ്വൽ, അടിപൊളിയാണ്. ഇന്ന് ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് ഫുള്ളാണ്. എൻ്റെ ഇപ്പുറത്തെ സീറ്റിൽ ആളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത് നിൻ്റെ സീറ്റിന് അപ്പുറത്ത് ആളില്ലെങ്കിൽ നീ ഭയങ്കര സ്വാർത്ഥനാവുന്നുണ്ടോ. അത് ഞാനെന്നല്ല, ലോകത്ത് എല്ലായിടത്തും സ്വാർത്ഥനാവുന്ന കാര്യമാണ്. തൊട്ടടുത്തൊരു സീറ്റ്, എം ടി സീറ്റ് കിട്ടുന്നത് ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. പിന്നെ അതിനിപ്പോൾ നമ്മൾ കാശ് കൊടുത്തിട്ടില്ല ട്രാവൽ ചെയ്യുന്നത്. തൊട്ടടുത്തൊരു എം ടി സീറ്റ് ഉണ്ട്, അതിനിപ്പോൾ എന്താ പ്രശ്നം? അത് എല്ലാവർക്കും സന്തോഷം തരുന്ന കാര്യമാണ്. എനിക്ക് പ്രത്യേകിച്ച് കുറച്ചുകൂടെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കിനും കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് എടുക്കാം. തൊട്ടടുത്തൊരാളുണ്ടെങ്കിൽ എനിക്ക് അയാളെ ബുദ്ധിമുട്ടിക്കണ്ടേ, പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു സീറ്റിൽ. അതാണ് ആകെയുള്ളൊരു ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഇതിനകത്ത് ഇൻഫർടൈൻമെൻറ്റ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ കുറേ പേര് ചോദിച്ചായിരുന്നു ഇൻഫർടൈൻമെൻറ്റ് ഇല്ലേ എന്ന്. ഈ ഇൻഫർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇതിവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതെങ്ങനെ ഇരുന്നാൽ ഇവിടെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയായിരുന്നു പരിപാടി, ഭയങ്കര ടൈറ്റ് ആയതൊക്കെ വരുമായിരിക്കും. ഇതിങ്ങനെ പൊങ്ങി അത് കണ്ടോ വരുന്നുണ്ടോ. ഇതാണ് ഇൻഫർടൈൻമെൻറ്റ്.
പിന്നെ ഇതിനകത്ത് പ്ലഗ് ചെയ്യാനുള്ള ഇതൊക്കെ അവർ കൊണ്ടുതരും, മറ്റേ സാധനമൊക്കെ കൊണ്ടുതരും, എന്താണ് ഹെഡ്സെറ്റൊക്കെ അവർ കൊണ്ടുതരും. അപ്പോൾ വെൽക്കം ഓൺ ബോർഡ് ആംസ്റ്റർഡാം ടു മുംബൈ എൻ്റർ മൈ ഫ്ലൈറ്റ്. ഇവിടെ നിന്ന് 4584 മൈലുണ്ട്, 8 മണിക്കൂർ 13 മിനിറ്റ് ഉണ്ട്. നമ്മൾ മുംബൈ സമയം ഉച്ചയ്ക്ക് 2 മണിക്ക് എത്തുമെന്നാണ് കാണിക്കുന്നത്. പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ സീറ്റിന് ഇപ്പുറത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ അതനുസരിച്ച് കുറച്ച് നിയർ ബൈ സീറ്റ് എവിടെയെങ്കിലൊക്കെ വേണമെങ്കിൽ അതനുസരിച്ച് സീറ്റൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ എപ്പോഴും സീറ്റ് എടുക്കുന്നത് ലാസ്റ്റ് റോയില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ലാസ്റ്റ് റോയിൽ സീറ്റ് എടുക്കുമ്പോഴത്തേക്കിനും ഫ്രണ്ടിൽ നിന്നാണ് ആൾക്കാർ ഫില്ലായി വരുന്നത് കണ്ടില്ലേ. ഇപ്പോൾ ഇന്ന് നിറച്ച് ആൾക്കാരുണ്ട് കണ്ടോ, ഫ്രണ്ട് മൊത്തം ആൾക്കാരുണ്ട്. ഇവിടെ ലാസ്റ്റ് ഈ റോയിൽ മാത്രമാണ് ആളില്ലാത്തത്, ബാക്കി മിക്കയിടത്ത് നിന്ന് ആളുണ്ട്, ഫുള്ളാണ്. പിന്നെ വേറെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് മാത്രമേ ഇതിനകത്ത് ഫുഡ് കൊണ്ടുതന്നുള്ളൂ, അപ്പുറത്തുള്ള ആൾക്ക് ഫുഡൊന്നും കൊടുത്തില്ല, അയാളവിടെ വെറുതെ ഇരിക്കുമായിരുന്നു. അയാൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ എടുക്കുന്നത്? ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ അല്ല ഞാൻ എടുക്കേണ്ടത് അല്ലേ? ഇൻഡിഗോയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പം ഇൻ്റർനാഷണൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അതിനകത്ത് ഫുഡ് കിട്ടുമെന്നുള്ളത്. അത് ഈ വലിയ വിമാനത്തിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അത് കൺഫ്യൂസിങ് ആണ്. ഇൻഡിഗോ ഗൾഫിലേക്കൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ചെറിയ വിമാനത്തിൽ ഇതൊന്നും കിട്ടത്തില്ല. ഇതൊക്കെ ഈ വലിയ നോർത്ത് അറ്റ്ലാന്റിക്കിൻ്റെ ലീസിനെടുത്ത ഡ്രീം ലൈനർ വിമാനത്തിൽ മാത്രമേ ഈ സാഹചര്യങ്ങളൊക്കെ ഉള്ളൂ, വേറെ അവിടെ ഇല്ല. മനസ്സിലായ? എന്തെങ്കിലും കാര്യം നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വാങ്ങിച്ച് പ്രൊമോഷൻ ചെയ്യുകയാണെന്ന് പറയും. എന്തിനെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പറയും നിനക്ക് പൈസ കിട്ടാത്തതുകൊണ്ട്, നിന്നെ അവർ വിളിച്ച് പൈസ തരാത്തതുകൊണ്ട് നീ കുറ്റം പറയുന്നതല്ലേ ചോദിക്കും. എന്തോന്നടേ, ജീവിക്കാൻ പറ്റില്ലല്ലോ. ഹായ്, what is this? This is Ampana raw mango juice. Okay, I'll take Ampana. Ampana എന്ന് പറയുന്നത് റോ മാംഗോ ജ്യൂസ്, പച്ച മാംഗോ ജ്യൂസ്. പച്ച മാംഗോ ജ്യൂസ് കൊള്ളാലോ, വെറൈറ്റി ജ്യൂസ്. Thank you. You have the same design. Do you have a different design? The same one for everybody. Okay, thank you. വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി തരുന്നതാണ്, നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. നമ്മുടെ ബിവറേജ് മെനു, ഫുഡ് മെനു ഇല്ലാന്ന് തോന്നുന്നു, അറിയത്തില്ല എങ്ങനെയാണ്. ബിവറേജ് മെനു ഇൻഡിഗോ ചിക്കൻ ടിക്ക പർദ ബിരിയാണി, പിന്നെ ചനാർ കൊഫ്ത മസാല ആൻഡ് ഗോബി മസാല, അതാണ് വെജിറ്റേറിയനിൽ. പിന്നെന്താണ് എനി ടൈം മീൽ, പിന്നെ വേറെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് മെനു സെയിം എല്ലാ ഫ്ലൈറ്റിലും ഒറ്റ മെനു ഉള്ളതാണ്. ചായ കിട്ടും, പിന്നെ കോഫി കിട്ടും. കോഫിയിൽ ബ്ലാക്ക് കോഫി, കാപ്പച്ചിനോ, ഹോട്ട് ചോക്ലേറ്റ്, പിന്നെ വിസ്കി ഉണ്ട്, അമൃത് സിംഗിൾ മാൾട്ട്, ജിന്ന് കിട്ടും, സ്ട്രേഞ്ചർ ആൻഡ് സൺസ്, ബിയർ ഉണ്ട്, കിങ് ഫിഷർ പ്രീമിയം. താങ്ക് യു. ഇതെന്താ സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിക്കൻ കറിയാണെന്ന് തോന്നുന്നു. ഇത് ചിക്കൻ്റെ ഒരു കഷ്ണമുണ്ട്, പിന്നെ ഇത് വെജ് നമ്മുടെ ബ്രോക്കോളിയും പിന്നെ ക്യാരറ്റും അങ്ങനെ ഇട്ടിട്ട് ഉള്ള എന്തൊരു ഐറ്റം. ഇത് കിഴങ്ങാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതൊരു ഡെസേർട്ട്, പിന്നെ ഒരു ബ്രെഡ്. ഇതാണ് സംഭവം. ഇത് അത്ര ഹെവിയൊന്നും അല്ല, ബട്ട് തന്നെ എന്നാലും ഓക്കെ. What is that? The bread? Is that Tabasco? Yes. And the butter? Yeah. Tabasco sauce. സംഭവങ്ങൾ അതൊക്കെ തരുന്നത്. പക്ഷേ ഇവിടെ നാട്ടിൽ നിന്ന് പോകുമ്പോഴാണ് മറ്റേ ദമ്മിട്ട ബിരിയാണിയൊക്കെ കിട്ടുന്നത് കേട്ടോ. സോ നമ്മളിപ്പം വി ആർ ക്രൂസിങ്, അറിയില്ല എത്ര ഓൾട്ടിറ്റ്യൂഡ് എന്നുള്ളത്. നമ്മൾ നല്ല ഓൾട്ടിറ്റ്യൂഡിൽ പറഞ്ഞോണ്ടിരിക്കുകയാണ്. നല്ല വെളിച്ചമുണ്ട് പുറത്ത്. ഡ്രീം ലൈനർ ആയതുകൊണ്ട് എനിക്ക് നടച്ചിടാം. ഫുഡ് ഈസ് ടേസ്റ്റി. ഞാനിവിടെ മറ്റേ ഡൽഹി ക്രൈം എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സ് സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ, ഇതൊരു രക്ഷയില്ല കേട്ടോ. ഇത് മറ്റേ ആ ഡൽഹിയിലെ ഓടുന്ന വണ്ടിയിൽ ഒരു സ്ത്രീയെ അതിമൃഗീയമായിട്ട് ബലാത്സംഗം ചെയ്ത് ഒരു കേസുണ്ടല്ലോ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ ഫ്രസ്ട്രേഷൻ അടിച്ച് പണ്ടറടങ്ങിയിരിക്കും. അപ്പം ഇത് എന്താ പറയുക, ഇതിൻ്റെ പുറകെ പ്രവർത്തിച്ച പോലീസുകാരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ സമ്മതിക്കണം. കൊന്നുകളയാണ് നിങ്ങളൊക്കെ. അതും അത്രയും വൃത്തിത്തരം തന്നെ കാണിച്ചത് നിങ്ങൾ. എന്ത് ചെയ്യാനല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഫുള്ള് ഞാൻ വിശന്നിരിക്കുകയായിരുന്നു. ഞാൻ ഇന്നൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ ഒരു ഡെസേർട്ട് കൊണ്ട് തന്നു. ഇത് ചായ ലാറ്റയൊക്കെ ഇട്ടിട്ടുള്ള എന്തൊരു സാധനമാണ്. വളരെ മനോഹരമായിട്ട് നമ്മൾ ആ സൺസെറ്റ്, ആ മേഘങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നമ്മൾ പറന്നു പോകുന്നു. നമ്മുടെ റോൾസ് റോയ്സിൻ്റെ എൻജിൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. താഴെ മഞ്ഞുമലകൾ കാണുന്നു. ശരിക്കും മഞ്ഞുമലകളാട്ടോ താഴെ കാണുന്നേ. വാവ്. ഇതിൽ വൈഫൈയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിട്ട് ഒരു കടച്ചായ കൂടെ കൊടുക്കുന്നു. നല്ല ചായ, ഗ്ലാസ് കൊണ്ടുവന്നേ.
നല്ല ചൂടുണ്ട്, പക്ഷേ ഗ്ലാസ് പിടിക്കുമ്പം ആ ചൂട് അറിയത്തില്ല. അത്ര സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചൂട് കൂടു പറഞ്ഞാൽ. Dear customers, as we are experiencing some turbulence, would you please return to your seats and fasten your seatbelts? Hot drinks will not be served whilst the seatbelt sign is illuminated. Yeah, that's good. Thank you. അപ്പോൾ ഇനി ഇറ്റ്സ് ടൈം ടു സ്ലീപ്പ്. നമ്മൾ വെളുപ്പിന് 2:30 കണ്ട മുംബൈ എത്തുന്നത്. ഇനി ഉറങ്ങില്ല ശരിയാകത്തില്ല. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ 2 മണിക്കൂറും കൂടെ ഉണ്ട് നമ്മൾ ലാൻഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ അവർ ഹോട്ടൽ കൊണ്ട് തരുന്നുണ്ട്. ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് മുഖം തുടച്ച് ഇനിയിപ്പം അടുത്ത ഭക്ഷണം കൊണ്ട് തരും. അതിന് വേണ്ടിയാണ് ലൈറ്റൊക്കെ ഇട്ട് എണീപ്പിച്ച് ഇത്ര നേരം ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇവരുടെ മെനുവിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ, വി ഹാവ് ടേക്കൻ ഓൾ ദി തിങ്സ് ദാറ്റ് മേക്സ് ഇന്ത്യൻ ഫുഡ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ക്യുസീൻസ് ഇൻ ദ വേൾഡ് ആൻഡ് ബോട്ട് ഇറ്റ് ടു ദ സ്കൈസ്. ആൻഡ് എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ANDAN ഇല്ല. അതെന്താ അങ്ങനെ എനിക്ക് അറിയില്ല. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ ഫുഡ് സ്കൈസിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. സീസണൽ പ്രൊഡ്യൂസ് ഇൻഫോംസ് അവർ മെനു സോ ദാറ്റ് എവറി ഫ്ലേവർ ഈസ് റീറ്റെയിൻഡ് വെൻ യുവർ ഫുഡ് അറൈവ്സ് അറ്റ് യുവർ ടേബിൾ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അവസാനം എഴുതിയിട്ടുണ്ട് ഇന്ത്യ ബൈ ഇൻഡിഗോ. ഇന്ത്യ ബൈ ഇൻഡിഗോ ആണ്, പക്ഷേ ഇൻഡിഗോ ബൈ ആംസ്റ്റർഡാം, അതായത് നെതർലാൻഡ്സ് CEO. ഇന്ത്യ ബൈ ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡിഗോൻ്റെ CEO ഇന്ത്യക്കാരനല്ല, അതേപോലെ എയർ ഇന്ത്യയുടെ CEOയും ഇന്ത്യക്കാരല്ല. ഇപ്പോൾ ഇന്ത്യൻസ് CEO ആയി കഴിഞ്ഞാൽ എയർലൈൻസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് എന്നൊക്കെയുള്ളൊരു ചൊല്ലുണ്ട്. അതുകൊണ്ടായിരിക്കും വിദേശികൾ നമ്മളുടെ നാട്ടിലെ എയർലൈൻസിൻ്റെ CEO ആയിട്ടിരിക്കുന്നത്. ജസ്റ്റ് ബിഫോർ ലാൻഡിങ് ഒരു എനിക്കൊരു റോളാണ്. ബേസിക്കലി പനീർ. ഇതാണ് സാധനം, പനീർ ആൻഡ് വെജിറ്റബിൾസ് ടോർട്ടില റാപ്പ്. അതാണ് ഇപ്പോൾ കൊണ്ട് തന്നത്. അപ്പോൾ നേരത്തെ തന്ന സാധനം ഇതായിരുന്നു, മെറ്റാലിയൻസ് ഓഫ് മൂർഗ് മലബാറി എന്ന് പറഞ്ഞൊരു റോസ്റ്റഡ് ചിക്കൻ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സാധനം, ഒരു റൈസും എല്ലാം കൂടെ ചേർത്ത പൊരിയലൊക്കെ ചേർത്തൊരു മിക്സഡ് ഐറ്റമായിരുന്നു നേരത്തെ തന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റിലാണ് ഈ ഒരു മെനു തരുന്നത്, ഈ ഒരു മെനു അവർ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഫ്ലൈറ്റിൽ ദം ബിരിയാണി കിട്ടും. എനിക്ക് വീണ്ടും ചായ കൊണ്ട് തന്നു. ഇതിപ്പോൾ എനിക്ക് ശരിക്കും ഒരു മോർണിംഗ് ബെഡ് കോഫി പോലത്തെ ഒരു സാധനമാണ്. ഇതിൻ്റെ സീറ്റിംഗ് പോസ്റ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ ഇതേപോലെ നമ്മളിങ്ങനെ സുഖമായിട്ട് കിടക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ ഒരു മണിക്കൂറും കൂടെ ഉള്ളൂ നമ്മൾ ലാൻഡ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകണം. മുംബൈ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. എത്തിഹാദിൻ്റെ ഡ്രീം ലൈനറാണ് കിടക്കുന്നത്. മുംബൈക്ക് അവർ ഡ്രീം ലൈനർ ഫ്ലൈറ്റ് അയക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് കൊണ്ട് നമ്മുടെ ഫ്ലൈറ്റും പാർക്ക് ചെയ്തു. ഇതായിരുന്നു നമ്മുടെ സീറ്റ്. വളരെ കംഫർട്ടബിളായിട്ട് ഇരുന്ന് സുഖമായിട്ട് വന്ന് സുഖമായിട്ട് ഉറങ്ങി. കുറച്ച് നേരമൊക്കെ ഉറങ്ങി വന്ന് നമ്മൾ ഇറങ്ങാൻ പോകും. നമ്മൾ 2:30 എത്തേണ്ടായിരുന്നു. 45 മിനിറ്റ്സ് ഡിലേ ആയിട്ടുണ്ട് അവിടെ നിന്ന് വിടാൻ ലേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് ഇനിയിപ്പോൾ 1.5 മണിക്കൂറിനുള്ളിലാണ്. അങ്ങനെ വെൽക്കം ടു മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇനി ഓടണം. സമയം 3:15. വന്ന ആൾക്കാരെ എല്ലാവരെയും മേളിലൂടെ കടത്തി വിട്ട് ദിസ് എന്നാ പരിപാടി, ഇവിടെ ആരുമില്ല, എല്ലാവരും പോയിട്ട് തിരിച്ചു വരിക. നോക്കിയേ, അയ്യേ ഭയങ്കര ഒട്ടും ഓർഗനൈസ്ഡ് അല്ല. ബോർഡിങ്ങും ഇറങ്ങുന്ന സമയത്തൊന്നും ആരുമില്ല, ചുമ്മാ ഇറക്കിയൊക്കെ വിടുക. എല്ലാവരും ഇറക്കിയിട്ട് മേളിലോട്ട് വിട്ടു. എല്ലാവരും മേളിൽ പോയിട്ട് തിരിച്ചു വന്ന് അതല്ല വഴി. എന്നാൽ ഇവിടെ ഇറങ്ങി വരുമ്പോൾ ആരെങ്കിലും നിൽക്കണ്ടേ? ആരുമില്ല. എന്നാ പറഞ്ഞ പരിപാടി ഒന്ന് നോക്കിയേ. വിമാനം ഇറങ്ങി വരുമ്പോഴത്തേക്കിന് ആൾക്കാർ നിൽക്കത്തില്ല, ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാനായിട്ടോ. അതുപോലും ഇല്ല. താഴോട്ട് മേളോട് മഴയുണ്ട്. എല്ലാവരും മേളോട് പോയി, ഞങ്ങൾ മേളോട് പോയി. മേളിൽ പോയപ്പോൾ അത് ആൾക്കാർ വിമാനത്തിൽ കയറുന്ന സ്ഥലമാണ്. താഴോട്ട് പോകണ്ടേ? അപ്പോൾ അത് പറഞ്ഞു തരാൻ ആരുമില്ല. നിങ്ങളെല്ലാം കൂടെ തിരിച്ചിറങ്ങി വന്ന്. ഈ മുംബൈ വന്ന് ഇറങ്ങുമ്പോൾ പ്രശ്നം എന്നറിയാം, കുറേ നടക്കാനുണ്ട്. നടന്നിട്ട് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യണം, പിന്നെ ബാഗ് കളക്ട് ചെയ്യണം, കസ്റ്റംസ് ക്ലിയർ ചെയ്ത് പുറത്തിറങ്ങണം, എന്നിട്ട് ബാഗ് വീണ്ടും രണ്ടാമത് ചെക്ക് ഇൻ ചെയ്യണം. അത് ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഉള്ള പ്രശ്നം കേട്ടോ. ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ ആ പ്രശ്നമില്ല, സിമ്പിളാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇങ്ങനത്തെ വള്ളിയൊക്കെ ഉണ്ട്. പക്ഷേ ഈസിയാണ്. ടൈം വേണം, ഒരു 2-3 മണിക്കൂറെങ്കിലും ട്രാൻസിറ്റ് ടൈം വേണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടോ, ഇൻഡിഗോയുടെ ഇൻ്റർനാഷണൽ ടു ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറിൻ്റെ തിരക്ക് കണ്ടോ. ഈ വിമാനത്തിൽ വന്ന പകുതി മുക്കാൽ ആൾക്കാരും ഇനി ഇവിടെ നിന്ന് വേറെ ഏതെങ്കിലുമൊക്കെ ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻസിലേക്ക് പോകുന്ന ആൾക്കാരായിരിക്കും. കണ്ടില്ലേ, ഇവർ കാശുണ്ടാക്കി തുടങ്ങി, പഠിച്ചു തുടങ്ങി. ഇൻഡിഗോ എയർ ഇന്ത്യയൊക്കെ ഇപ്പം നമ്മൾ ഇന്ത്യ വഴി കണക്ട് ചെയ്ത് വേറെ രാജ്യത്തെ ആൾക്കാരെ ഇതുവഴി കൊണ്ടുപോവുക.
നല്ല പരിപാടി കേട്ടോ, എയർലൈൻസ് കാശുണ്ടാക്കി തുടങ്ങി. ഇനിയും നടക്കണം നമുക്ക് അറൈവലിലേക്ക്. രാവിലെ ഇമിഗ്രേഷനിൽ നല്ല തിരക്കായിരിക്കും, ഏതൊക്കെയോ കുറേ ഫ്ലൈറ്റുകൾ വന്നിട്ടുണ്ട്. എയർപോർട്ടിൽ ഇമിഗ്രേഷൻ ഓരോ രീതിയിലാണ്. ഇവിടുത്തെ ഇമിഗ്രേഷനിൽ എൻ്റെ ബയോമെട്രിക്സ് വർക്ക് ചെയ്തില്ല ഗൈസ്. എനിക്ക് ഇ ഗേറ്റ് യൂസ് ചെയ്യാൻ പറ്റിയില്ല, എന്നിട്ട് മാനുവൽ കൗണ്ടറിലൂടെ വരേണ്ടി വന്നു. ബയോമെട്രിക്സിൻ്റെ അടപ്പിട്ട് 5 മിനിറ്റ് എൻ്റെ എല്ലാ വിരലും ഞെക്കി കുത്തി നോക്കി, വർക്ക് ചെയ്തില്ല. ഇവിടുത്തെ അറൈവൽ ഏരിയയിലെ തിരക്ക് നോക്കി, ഇത് കണ്ടോ എന്തുവാടേ ഇത്, തിരക്കോടെ തിരക്ക്. ആൾക്കാരൊക്കെ പെട്ടി കളക്ട് ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളു, നടക്കാൻ പോലും ഉള്ള സ്ഥലമില്ല, അതുപോലെ തിരക്ക്. രാത്രി വെളുപ്പിന് സമയമല്ലേ, ഇഷ്ടംപോലെ ഫ്ലൈറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലേ. അങ്ങനെ നമ്മുടെ ആംസ്റ്റർഡാം ബാഗുകളൊക്കെ വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. മുംബൈയിൽ പെട്ടി കിട്ടി ഇറങ്ങുമ്പോഴത്തേക്കിനും ഈ പെട്ടിയിൽ ഇവർ ഇങ്ങനെ ക്രോസ് മാർക്ക് ഇട്ടിട്ടുണ്ടാവും. ആ പെട്ടി ഇവർ സ്കാൻ ചെയ്യിപ്പിക്കും. എൻ്റെ പെട്ടിയിലും ക്രോസ് മാർക്ക് ഇട്ടിട്ടുണ്ട്. ചുമ്മാ മുംബൈയിൽ ഇത് ഭയങ്കരമായിട്ടുണ്ട്. കസ്റ്റംസ് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഇതുകൊണ്ട് ഇവിടെ വരണം, ഡൊമസ്റ്റിക് ട്രാൻസ്ഫറിൽ വരണം. എന്നിട്ട് ഇവിടെ വന്ന് നമ്മുടെ ബാഗ് കൊടുക്കണം വീണ്ടും. ഞാനവിടെ വന്നപ്പോഴത്തേക്കിനും അവിടെ ബാഗ് ഡ്രോപ്പ് ചെയ്യാൻ ഭയങ്കര തിരക്ക്. അവിടെ ഈ സ്ട്രെച്ച് പാസഞ്ചേഴ്സിന് പ്രയോറിറ്റി ബാഗ് ഡ്രോപ്പ് പരിപാടികളൊന്നുമില്ല. എയർ ഇന്ത്യയുടെ ട്രാൻസിറ്റിൽ അതൊക്കെയുണ്ട്, ഇവിടെ അതൊന്നുമില്ല. ശരിക്കും ഇന്ത്യക്ക് പഠിച്ചു വരുന്നേ ഉള്ളതെന്ന് തോന്നുന്നു പല കാര്യങ്ങളും. ഭയങ്കര പ്രശ്നങ്ങളുണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും. ഇനിയിപ്പോൾ അപ്പോൾ ഞാനിവിടെ തിരക്ക് അറിഞ്ഞ് അവിടെ നിന്നപ്പോഴത്തേക്കിനും എനി കൊച്ചി പാസഞ്ചേഴ്സ് ചോദിച്ചപ്പോഴത്തേക്കിനും എന്നെ വിളിച്ച്, കാരണം ഫ്ലൈറ്റ് അടുത്ത സമയമായല്ലോ. അപ്പോൾ അങ്ങനെ ബാഗ് ഡ്രോപ്പ് ചെയ്തു, ഇല്ലേ ഫ്ലൈറ്റ് മിസ്സാവും. ആക്ച്വലി നമ്മൾ ബാഗ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് മേളിൽ ഡിപ്പാർച്ചർ ഏരിയ പോവാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊരു പുതിയ വഴി അവർ തുറന്നിട്ടുണ്ട്. ഞാൻ അതിലൂടെ വന്നത്, ആരും ഇല്ല അവിടെ. പക്ഷെ പലരെയും അതിലൂടെ കടത്തി വിടുന്നില്ല. ഞാൻ പറഞ്ഞു ഇതെന്തിനാണ് വെച്ചിരിക്കുന്നത്, ഓപ്പൺ ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെയാണ് അവർ തന്നത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നു. നോക്കി കണ്ട, അവിടെ ശരിക്കും എന്താ മടിയന്മാരെ പോലെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ. സെക്യൂരിറ്റി ഓഫീസേഴ്സൊക്കെ എന്തിനാണ് ഇങ്ങനെ ജോലി ചെയ്യുന്നത് എനിക്കറിയില്ല. കഷ്ടം തോന്നും. ഇത്രയും ആൾക്കാരെ ഇന്ത്യയിലേക്ക് ഓരോ കൊണ്ടുവരുമ്പോഴത്തേക്കിനും നമ്മൾ എയർപോർട്ടുകളിലെ ജീവനക്കാർ ഭയങ്കര മോശമാണെന്നുണ്ടെങ്കിൽ എന്ത് കഷ്ടമാണെന്നറിയോ. ഭയങ്കര മോശമാണ്. എനിക്കറിയത്തില്ല, മുംബൈ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇത് അദാനിയുടെ കീഴിലുള്ള എയർപോർട്ടല്ലേ, പിറ്റി ഓൺ യു അദാനി എയർപോർട്ട് മാനേജ്മെൻറ്റ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല, ഒട്ടും ഓർഗനൈസ്ഡ് അല്ല, ഭയങ്കര മോശം. ഞാനിവിടെ ബോർഡിംഗ് ഗേറ്റിൽ വന്നേ. അപ്പോൾ പ്രയോറിറ്റി ബോർഡിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രയോറിറ്റി ബോർഡിങ്ങിൻ്റെ ആൾക്കാരെയൊക്കെ വിളിച്ചു. ഞാനവിടെ കൊണ്ട് ബോർഡിംഗ് പാസ് കൊടുത്തപ്പോഴത്തേക്കിനും എൻ്റെ ബോർഡിംഗ് പാസ് സ്കാൻ ആവുന്നില്ല. അപ്പോൾ എന്തോ പറയുന്നത്, എന്തോ ആംസ്റ്റർഡാമിൽ നിന്ന് വന്ന പാസഞ്ചർ ഇവിടെ ചെക്ക് ഇൻ ആയില്ലെന്നോ അങ്ങനെ എന്തോ പറയുന്നു. അപ്പോൾ എന്നോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാം വിമാനത്തിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, ഇന്ത്യക്ക് മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ബാബാ നമുക്ക് ചോദിക്കാം. We can't wait here. What's the problem? We have boarding bus at 4:10 flight. I understand, sir. Yeah. There was possibilities of missing. No, what is the problem? Like we have got boarding pass. Let me just give me No, you can't help us. We are actually supposed to board. You help us first, then you let board others. I said You are supposed to help us first because we are stretched passengers. ഇവര് നമ്മളെ വലിപ്പിക്കാൻ നോക്കുക. എന്താ പ്രശ്നം? ഇവര് അടുത്ത ഫ്ലൈറ്റ് 8 മണിയുടെ ഫ്ലൈറ്റിലേക്ക് ആക്കാം. നമുക്ക് 4 മണിക്ക് ബോർഡിംഗ് പാസ് തന്നതല്ലേ. പിന്നെ we came from Amsterdam all the way from there, trusting Indigo, and you guys are doing this. What happened? They are not letting us in. We have the boarding pass. What was this? I don't know. They don't know what they are saying. No, we cannot. You let in us first. No. We are also passengers. We are here. We have fast forward. We were supposed to go first. So you give us fast forward. You solve this first. You solve it first. You solve it first. Then you can let others in. No. No, we are coming from Amsterdam. Okay, we are flying from Mumbai to Cochin. That's not our problem. I understand. You call your supervisor. I'm the manager. Yeah. So what is the problem with Because it? this flight was being late. Which flight? Because we came here, we got boarding pass, we came here, flight was on time. on time. The flight you were coming on. No. You have to let us in on this flight. Not possible. Why it's not possible? We have boarding pass. I'm telling you, in the system it has been See, checked. we all came in the same Your flight. baggage is not connected on this flight. Everything. Is that our problem? Sir, I'm telling you, sir, it is our Who problem. will pay for our losses? Sir. We have meeting scheduled. Listen, sir. And this is our boarding time on 4:10 p.m. on the same flight, and we are here on Let time. me, sir, correct you on inform you one thing. This flight I will not be able to allow you, sir. What is the problem then? Because this system centrally from head office What it has been changed. central? How can you It change has- the time? It Like- has been changed. How can you change the it? passenger board first, sir. No. How we are fast forward, stretch people. Sir, You have to give us priority, right? No, sir. Because this flight centrally it has been changed because your Is that our problem? incoming flight was coming. We have a late. boarding pass. Listen, sir. So how can you Boarding- change it without boarding getting a boarding pass? Sir, there is a minimum connecting time. So what do we do till next flight? When is the next flight? So, क्या time क्या बेटा अगला flight?
Huh? 8:15. So what do we do? 8:05 Tell in the them. morning only. As of now, at airport, I'll arrange breakfast for everyone. And you Oh, come on. That's not possible. Hey, what breakfast? We don't need There is breakfast. only one option, sir. On this flight, it has been changed. Now I cannot. How- I who cannot changed change it? back, sir. Who changed Centrally it? it changed, sir. Sir, whenever See, our flight minimum landed here connecting time is does 2.5 not meet, hours. sir. Is 2.5 hours. And Indigo has given single PNR ticket for yes, us. sir. Yes, That's sir. why we Then took we are it. arranging another flight, sir. How can you say we are here already? See, all the passengers from the Amsterdam flight is here. 14 passengers are there, sir. Yeah. 14, 1-4. Okay. 14 passengers has been moved to another next flight, sir. No. On this flight, sir, We not are possible. here. We are here on time. When who? Sir, that's please You're understand, sir. you're It has purposefully been delaying changed. your next No, flight. no, Okay, no, that's no, not no, fair. It's not about. So delay, this is sir. the way. Is this the way you're treating the international passengers? no, sir. No, Please tell me understand, sir. one thing. Is this the way you're treating the Sir, international whenever there passengers? is a minimum connecting time. If you're not, Then why you have given the one flight tickets? is getting delayed. Why are you giving so the we do tickets? arrange the another flight. So we do it. This flight was. If the flight is delayed, how come we reach here on time? And we came here before you started the boarding. Sir, We came here before you started the boarding. If the flight is delayed, how can we reach here before you started the boarding? sir, because luckily you And I have, made the we have dropped. See, like condition at immigration law. Otherwise, it doesn't. we cleared immigration, we cleared customs, we collected the bag, we cleared customs, we dropped our bag, and we again cleared, all the security checks, and we are here before your boarding start. Okay. We are here before your boarding starts, and you are denying the boarding. That is not acceptable, Mr. Ramesh. Sir, see, Trust me, that is not acceptable. Okay. I sincerely apologize on this, but sir, I'm helpless. Please understand. And what do we But I do can- now? Sir, you need to take the another flight. I'll issue the another boarding card, and you'll have to take the another one. Seat number also here. Sir, because you have already been moved. Centrally, Okay. sir. You So can for the issue- next aircraft, I want which also- seat you will give to us? So I'll Do we check, get sir. do we get the proper seats? Definitely, sir. We'll get what And how about our baggage? baggage. Sir, the only Is problem. connected to next one? Yes, on the same flight which you are traveling on. Then why you have given the single PNR ticket with this timing and boarding pass? Please understand. If you are able, if you are not able to do it, you should cancel it. Any airline, sir. You shouldn't do that. Sir, listen, sir. Any airline in the world, if one flight gets delayed, passengers are moved to next flight. But we are here on time. The flight was not delayed. It was delayed only for 20 minutes. Sir, luckily you would not That's have not like- the that's condition. not- that's not- Otherwise- we are here on otherwise at time. Mumbai, Let there's us a minimum in. connecting time. Let sir. us in. It is sir, not this flight. No. എന്തൊരു കഷ്ടല്ലേ? Because in the system it is not there. The load plan will not be prepared. Everything will. No worries. Okay, we'll do it. Okay, we have to wait. for Like 4.5 hours no other here. way. What to do then? 4.5 hours. Yeah, you should give priority to the people who have the connection flights. Okay. When it is centrally changed, sir, we are not aware. What For is me, this it is central surprise. change? I'm not sure about it. Sir, I will. Nobody is aware about the central change. When I get back to give me for 10 minutes, sir. Yeah. I'll come to you, sir. Hello? If you have seats, try to accommodate us. Anyway, जिसमें 549 है ना उसको लोड कर लेना क्योंकि ये ना 14 पैसेंजर को अनचेक किया है गलती से ट्रिपल सी ഉണ്ടോ പറയുന്നത് കേട്ടോ തെറ്റായ രീതിയിൽ 14 ആൾക്കാരെ അങ്ങനല്ലേ പറഞ്ഞ ഹിന്ദിയില് അല്ലേ അപ്പൊ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റും പിന്നെ ആദ്യം പറഞ്ഞ വെറുതെ തള്ളി മറിച്ചത് വണ്ടിയിൽ മൊത്തം 14 പേരുണ്ടായിരുന്നെന്ന് പറഞ്ഞ് 14 പേരെയും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ എത്തിയവരെ അതെ. അക്കോമഡേറ്റ് ചെയ്യുക. ഇനി ലേറ്റ് ആയി പോകുന്ന പറഞ്ഞ കാര്യം അത് പിന്നെ അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ല അത് നമ്മുടെ ഫ്ലൈറ്റ് ആ 20-25 മിനിറ്റ് ലേറ്റ് ആയിട്ടുള്ളൂ. അത് ഈ കൂടുതൽ ലേറ്റ് ആയിട്ടില്ല. എന്നിട്ടും 2 മണിക്കൂർ സമയമുണ്ട്. हाँ कृपा ഈ 2 മണിക്കൂർ സമയം ധാരാളമല്ലേ? ധാരാളമാണ്. अरे मैं बता रहा हूँ 14 पैसेंजर വലിയ अनचेक कर दिया problem वाला है। धान्य निबंधन और पैसेंजर आ गया ऑन गेट पे बिना सोचे समझे अनचेक कर दिया 2 3 5 हाँ सर आप जाओ बोर्ड करो बैगेज आई विल ट्राई टू कनेक्ट इफ इट इज नॉट इट विल कम इन द नेक्स्ट फ्लाइट ഓക്കെ സീ യു താങ്ക് യു. കണ്ടോ ഇവിടെ നമ്മൾ ബഹളമല്ല നമ്മൾ കാര്യം സംസാരിച്ച് പറഞ്ഞപ്പോഴത്തേക്കും കണ്ടോ സെറ്റാക്കി തന്നത് അതേ സീറ്റ് തന്നെ കിട്ടുകയും ചെയ്തു. ഇത് ഈ എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇൻഡിഗോ യു ഗൈസ് വിൽ ഡെഫിനറ്റ്ലി ലൂസ് പാസഞ്ചേഴ്സ് ഇഫ് യു ഡു ദിസ്. ഇസ് മൈ ബാഗ് കണക്റ്റഡ്? നോ? We'll be trying our best. Okay, thank you. So dear Indigo, this guy is coming from Amsterdam, this guy is coming from Dublin. നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത് വന്നതാണ് ഞങ്ങളെല്ലാവരും. ഇവിടെ വരുന്ന നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത് വരുന്ന പാസഞ്ചേഴ്സിനോട് ഇമ്മാതിരി വൃത്തിയുടെ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ അതെ ഇഫ് യു ക്യാൻ കണക്ട് എ ഫ്ലൈറ്റ് യു ഗീവ് ദ ടിക്കറ്റ്. ഇഫ് യു കാൻ കണക്ട് എ ഫ്ലൈറ്റ് യു ഡോണ്ട് ഗീവ് ദ ടിക്കറ്റ്. ഡോണ്ട് ചീറ്റ് പാസഞ്ചേഴ്സ്. ഓക്കെ മറ്റടുത്ത പരിപാടി ആയിപ്പോയി. പക്ഷെ ഇപ്പൊ നമ്മളെ കയറ്റി അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇനി ബാഗ് വരാൻ സാധ്യതയില്ല. എന്നാലും നോക്കാം ബാഗിന് വീട്ടിൽ കൊണ്ട് തരണം. അങ്ങനെ വിമാനത്തിൽ കയറി കൊച്ചി വന്ന് ബാഗ് വരുന്നുണ്ടോ എന്ന് കാത്തു നിൽക്കുകയാണ്.
ബാഗ് വരുമോയെന്ന് അറിയത്തില്ല. മിക്കവാറും വരാൻ സാധ്യത കുറവാണ്. അവരാണ് ആദ്യം വരേണ്ടതായിരുന്നു. ഇൻഡിഗോ ഒരു മാക്സിമം കണക്ട് ചെയ്യാം എന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവർ കണക്ട് ചെയ്യുമോ. ഗൈസ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം തിരിച്ച് ഫ്ലാറ്റിലെത്തി കിട്ടിയിരിക്കുകയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇറഗുലാരിറ്റി റിപ്പോർട്ട്. അയാൾ പറഞ്ഞ പോലെ തന്നെ എനിക്കറിയായിരുന്നു ബാഗ് വരില്ല എന്ന്. പക്ഷെ എന്നാലും അവിടെ വന്നിട്ട് നമ്മൾ എല്ലാ ബാഗും ബെൽറ്റിൽ വരുന്നത് വരെ കാത്തു നിന്ന് നമ്മൾ ഈ കത്തും വാങ്ങിച്ചിട്ട് വേണം അവിടെ നിന്ന് പുറപ്പെടാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാഗ് കിട്ടില്ല. അപ്പോൾ അവർ ബാഗ് ഇവിടെ വീട്ടിൽ എത്തിച്ചേരും. അവർ പറഞ്ഞു ബാഗ് വീട്ടിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ബാഗ് പോയി. അതായത് സത്യം പറഞ്ഞാൽ നിങ്ങൾ കണ്ടതല്ലേ അവിടെ നടന്ന ആർഗ്യുമെന്റ്സ്. അയാൾ ആദ്യം എന്നാ പറഞ്ഞത്, നിങ്ങൾ ആംസ്റ്റർഡാം ഫ്ലൈറ്റിൽ നിന്ന് വന്ന 15 പേര് 16 പേരെങ്ങാനും ഉണ്ടായിരുന്നു. അത്രയും പേരെ ഞങ്ങൾ ഓഫ് ലോഡ് ചെയ്തിരുന്നു, ബാഗ് മാറ്റിയെന്നോ എന്തൊക്കെയോ പറഞ്ഞു. ഇനി എനിക്ക് തിരിച്ചാക്കാൻ പറ്റില്ല എന്ന്. എന്നിട്ട് അതേ ആൾ തന്നെ ഞങ്ങൾ തിരിച്ച് അതേ ഫ്ലൈറ്റിൽ കയറ്റി വിട്ടു. അതേ ഫ്ലൈറ്റിൽ ഇഷ്ടംപോലെ സീറ്റ്സ് കാലിയാണ്. ലൈക്ക് ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ് വിത്ത് ഇൻഡിഗോ. നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് എ ബിഗ് ലോസ് ഫോർ യു ഗൈസ്. ഒരു ബാഗ് കിട്ടി കഴിഞ്ഞിട്ട് എപ്പോഴാണ് കിട്ടുന്നത് ഞാൻ പറയാം. അങ്ങനെ ഫൈനലി വൈകിട്ട് ആയിട്ടല്ല, രാത്രി 6:30-7 മണിയായി. എൻ്റെ പെട്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇൻഡിഗോ എനിക്കിവിടെ വീട്ടിൽ എൻ്റെ ഫ്ലാറ്റിൽ ഇവിടെ കൊണ്ടു തന്നു പെട്ടി. നല്ല കാര്യമെന്നല്ല പറയുന്നത്. ഋഷിക്കോ ഒന്നും വാങ്ങിച്ചിട്ടില്ല. നന്നായി, നിനക്കൊന്നും വേണ്ട. നീ പറഞ്ഞ കേൾക്കാത്ത കുട്ടിയാ. അവസ്ഥ അതായത് പെട്ടി ഡിലേ ആയി കഴിഞ്ഞാൽ ശരിക്കും യു ആർ സപ്പോസ് ടു ഗെറ്റ് കോമ്പൻസേഷൻ. അപ്പൊ ഇതിന്റെ പുറകിൽ എന്തൊക്കെ കോമ്പൻസേഷൻ എങ്ങനെ വാങ്ങിച്ചെടുത്തു എന്നുള്ളത് ഞാൻ അടുത്ത ദിവസങ്ങളിൽ വീഡിയോയിൽ പറയാം. അപ്പൊ ഇനി ഞങ്ങളുടെ ഫാമിലി ട്രിപ്പ് ആണല്ലോ. നമ്മൾ എവിടെ പോകുന്നതെന്ന് പറ. ബാലിയിലാണോ പോകുന്നേ? അല്ലല്ലോ, ബാലി പോവും. പക്ഷെ നമ്മൾ എവിടെ പോകുന്ന അല്ലാതെ ഏത് രാജ്യത്താ പോകുന്നേ? ഫിലിപ്പീൻസ്, പിന്നെ ശ്രീലങ്ക, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, പിന്നെ സിംഗപ്പൂര് അല്ലേ? അങ്ങനെ ഋഷിയുടെ ഫേവറേറ്റ് സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ദുബായിലും കൂടി പോയിട്ട് വരാം. വിസ എടുക്കാം, കുഴപ്പമില്ല. എവിടെ? സിംഗപ്പൂർ പോകാൻ വിസ ഇല്ലാന്ന്. അപ്പോൾ നമ്മളങ്ങനെ ഇനി ഫാമിലി ട്രിപ്പാണ്. കുറെ നാള് നമ്മളിങ്ങനെ ഋഷിയുടെ ഫേവറേറ്റ് ഫാമിലി ട്രിപ്പ്. നമ്മൾ ക്ലാസ് ഒക്കെ കളഞ്ഞിട്ട് നമ്മൾ ഫാമിലി ട്രിപ്പ് പോകാൻ പോകുന്നത് അല്ലേടാ? ചില്ല